പഴയ കാലത്തെ മുറജപത്തിനുണ്ടായിരുന്ന സദ്യയെക്കുറിച്ച്, സദ്യവട്ടങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? മുറജപ സമയത്തുള്ള സദ്യവട്ടവും ഭക്ഷണ രീതിയുമൊക്കെ വളരെ വിപുലമായിരുന്നു. അതേസമയം ആരോഗ്യത്തിനും കൂടെ ഒരു ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള രീതിയിലായിരുന്നു വിഭവങ്ങളുടെ ഒരു അതിനൊക്കെ ഒരുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ മഹാരാജാവ് തിരുമനസ്, മാർത്താണ്ഡവർമ്മ തിരുമനസും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ദളവ രാമയ്യൻ ദളവയും കൂടെ ഇരുന്ന് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് എല്ലാ കാര്യത്തിലും തിരുമനസിൻ്റെ ശ്രദ്ധയുണ്ട്. ഒന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യവും കൊച്ചല്ല. ഈ നമ്മൾ ഇത് കൊച്ചൊരു പോയിൻ്റ് എന്ന് പറഞ്ഞ് തള്ളുന്ന അത് തിരുമനസിന് ഒന്നും കൊച്ചല്ല, എല്ലാം വലിയതാണ്. വലിയത് കൂടുതൽ വലിയ, വലിയത് കൂടുതൽ വലിയ, അത്രയേ ഉള്ളൂ. കൊച്ചെന്നുള്ളൊരു സംഭവമില്ല. അപ്പോൾ ഇതെന്തായാലും ഒരു വലിയ കാര്യമാണ് മെനു. അതിപ്പോൾ മഹാരാജാവ് തന്നെ വേണമെന്ന് വിചാരിക്കാം, ദളവയ്ക്കോ ഓഫീസേഴ്സോ ആർക്കെങ്കിലും അത് ചെയ്യാം. മഹാരാജാവ് അതിന് ഉൾപ്പെടണമെന്നില്ല, ഒടുക്കം ഒന്ന് കാണിച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല, തിരുമനസ് കൊണ്ട് തന്നെ ദളവയുമായിട്ടിരുന്ന് അവർ ഈ വിഭവങ്ങളുടെ എല്ലാം അവർ അതെല്ലാം ചിട്ടപ്പെടുത്തി അങ്ങനെ പ്രാവർത്തികമാക്കിയില്ല. അതിനു മുമ്പേ വടക്കൻ തിരുവിതാംകൂർ സൈഡിലേക്ക് എന്തോ ഒരു ആക്രമണം പോലെ ഉണ്ടായി. അതിലേക്ക് ശ്രദ്ധ പോകേണ്ടി വന്നു. രാമയ്യൻ ദളവ അത് സംബന്ധിച്ച് വടക്കോട്ട് യാത്ര ചെയ്യേണ്ടി വന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് തിരുമനസിനെ കാണാൻ വന്നപ്പോൾ തിരുമനസ് ചോദിച്ചു, പിന്നെ എന്താ രാമയ്യൻ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ എന്താണ് ചോദിച്ചതെന്ന് രാമയ്യന് മനസ്സിലായി. ഉടനെ അതിൻ്റെ മറുപടിയും രാമയ്യൻ്റെ മറുപടിയും കുറച്ച് വിചിത്രമായിരുന്നു. പഴപ്രഥമൻ വേണം തിരുമനസേ എന്താ അത്താഴ ഊട്ടിന് പഴപ്രഥമൻ വേണം തിരുമനസേ എന്നാണ് മറുപടി പറഞ്ഞത്. തിരുമനസ് ഉദ്ദേശിച്ച ഈ ആഹാരത്തിൻ്റെ ഒരു മെനു ഉണ്ടല്ലോ, അതൊക്കെ നിശ്ചയിക്കാനുള്ള അത് വെച്ചുകൊണ്ടാണ് തിരുമനസും ചോദിച്ചത്. ആ ചോദ്യം എന്താണെന്ന് ഉടനെ അറിഞ്ഞ് അപ്പോൾ പഴപ്രഥമൻ്റെ പ്രാധാന്യം അത്രമാത്രം ആയിരുന്നു. സ്വതവേ നമ്പൂതിരിമാർക്കും മലയാളികൾക്കും പാൽ കൊണ്ടുള്ള പാൽപ്പായസമാണ് കുറേ കൂടെ പ്രധാനം. നമ്പൂതിരിമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വെള്ളത്താടി. അവർ പറയാറുണ്ട്, എത്ര നമ്മൾ ആഹാരം കഴിച്ചാലും എത്ര നമ്മുടെ വയറ് നിറഞ്ഞാലും വെള്ളത്താടി വരുമ്പോൾ എല്ലാം വഴിമാറി കൊടുക്കും എന്നാണ്. കഴിക്കാനായിട്ട് എല്ലാം വയറിലുള്ള വിഭവങ്ങളൊക്കെ വഴിമാറി കൊടുക്കുമ്പോൾ വെള്ളത്താടിക്ക് വരാനായിട്ട് അത്രമാത്രം പാൽപ്പായസത്തിന് പ്രധാനമാണ്. പക്ഷേ എന്തായാലും ഇവിടെ പഴപ്രഥമനെ പറ്റിയാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ വിശേഷപ്പെട്ട രീതിയിലുള്ള ഒരു വിഭവ സമൃദ്ധമായ ആഹാരക്രമമായിരുന്നു മുറജപം. ഇപ്പോഴും ഒട്ടും മോശമില്ലാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത്. പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് അന്നത്തെ സദ്യവട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, തമ്പുരാട്ടിയുടെ അനുവാദം ഉണ്ടെങ്കിൽ. അതായത് ഇത് കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂരിപ്പാട് എഴുതിയ എൻ്റെ സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ 3-ാം ഭാഗമാണ്. അപ്പം അദ്ദേഹം പഴയ സമ്പ്രദായത്തിലുള്ള മുറജപത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ കുറച്ച് ദീർഘമായിട്ടുണ്ട്, അപ്പോൾ ഞാനതൊന്ന് വായിക്കാം ആ തിരുമേനിയുടെ വാക്കുകൾ. 4000-ലേറെ നമ്പൂതിരിമാർക്ക് 56 ദിവസം മുടങ്ങാതെ വേണ്ട വിധം 2 നേരവും സദ്യയും ലഘുഭക്ഷണവും ഉണ്ടാക്കി കൊടുക്കുക എന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. സദ്യ നടക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ശീവേലിപ്പുരയിലാണെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. സദ്യയ്ക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് അടുത്തുള്ള തടപ്പള്ളിയിൽ വെച്ചാകുന്നു. അതിന് 10-300 നല്ല വെയ്പ്പുകാർ വേണം. കുറച്ച് വിട്ടിട്ട് വായിക്കുകയാണ്. മുറജപക്കാലങ്ങളിൽ 9:30 മണിക്ക് തെക്കേടത്ത് ഭട്ടതിരിയുടെ കുടിക്കുനീർ വീഴ്ത്തലോടെ മുത്താഴ സദ്യ തുടങ്ങുന്നു. കുറുക്കുകാളൻ, പപ്പടം, വറുത്തുപ്പേരി, കൊണ്ടാട്ടം, ഉപ്പിലിട്ടത്, നെയ്യ്, പഞ്ചസാര, പഴം, കട്ടത്തൈര് എന്നിവയാണ് ഉച്ചസദ്യയ്ക്കുള്ള പതിവ് വിഭവങ്ങൾ. അത്താഴ സദ്യയ്ക്ക് എരിശ്ശേരി, പുളിശ്ശേരി, ഓലൻ, ശർക്കര ഉപ്പേരി, പഴപ്രഥമൻ, തൈര്, ഉപ്പിലിട്ടത് എന്നിവ തയ്യാറാക്കണം. ഏകാദശി ദിവസങ്ങളിൽ ചാമയരിയാണ് ഉപയോഗിച്ചിരുന്നത്. സ്ഥാനികളും ആഢ്യന്മാരും, ഇപ്പോൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളോ അഷ്ടഗ്രഹത്തിലെ ആഢ്യന്മാരോ
അങ്ങനെയുള്ളവരെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. സ്ഥാനികളും ആഢ്യന്മാരും ഭക്ഷണത്തിന് ശീവേലിപ്പരയ്ക്കൊന്നും പോവുകയില്ല. അവർക്ക് ഓരോരുത്തർക്കും അവസ്ഥ പോലെ പകർച്ച കൊണ്ടുവരികയായിരുന്നു പതിവ്. അതുകൂടാതെ അവർക്ക് അരിയും കോപ്പും കൊടുക്കുന്ന പതിവുണ്ട്. 7 കോപ്പും 14 അരയും കോപ്പും എന്നും മറ്റുമാണ് അരിക്കോപ്പിൻ്റെ പേരും കണക്കും. തമ്പ്രാക്കൾക്ക് 14 അരയും കോപ്പുമാണ് പതിവ്. മറ്റുള്ള അതിഥികൾക്ക് 7 കോപ്പും. ഇത് ഒരു ദിവസത്തിനുള്ളതാണ്. ശീവേലിപ്പുരയിൽ നടന്നു വരുന്ന സദ്യ പോലെ ഓരോ സ്ഥാനിയുടെ പാർപ്പിടങ്ങളിൽ അയാളുടെ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. മുറജപ സദ്യയ്ക്ക് വേണ്ടിയുള്ള കൊണ്ടാട്ടം വകയ്ക്ക് കൈപ്പയ്ക്ക, പയറ് മുതലായ സാധനങ്ങൾ 6-7 മാസം മുമ്പേ ശേഖരിച്ച് നുറുക്കി ഉണ്ടാക്കി വയ്ക്കുന്നു. മുറജപ ആവശ്യത്തിന് ശരാശരി 4 ലക്ഷം മാങ്ങ ഉപ്പിലിടും ആയിരുന്നു. ഒരു പ്രാവശ്യം തമ്പ്രാക്കളുടെ കൂടെയുള്ളവരും അരൂർ കാർത്തിയാനി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ആ മുറ്റത്ത് തന്നെ അവിടെ വലിയ ഊട്ടുപരയൊക്കെ ഉണ്ട്. അവിടെ അവർ തങ്ങി ഒരു ദിവസം. ഇങ്ങോട്ട് വരികയാണ്, ലക്ഷദ്വീപത്തിന് വരുന്ന വഴിക്ക്. അപ്പോൾ അരൂരിൻ്റെ അവിടെ ഒരു കൊതിക്കല്ലുണ്ട്. ആ ഒരു സൈഡിൽ ആ ഒരു പഴയ ഒരു മയിൽക്കുട്ടി പോലെ ഇരിക്കും. ഒരു സൈഡിൽ കോന്നും മറ്റേ സൈഡിൽ തീന്നും കൊത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കോന്ന് കൊത്തിയിരിക്കുന്ന ഭാഗം തൊട്ട് കൊച്ചിയാണ്, തീന്ന് കൊത്തിയിരിക്കുന്ന ഭാഗം തൊട്ട് തിരുവിതാംകൂറാണ്. അപ്പോൾ കൊതിക്കല്ലെന്നാണ് ഒരു മനോഹരമായ പേര്, ഒരു ക്വെയിൻറ്റ് ടേമാണ്. അങ്ങനെയുള്ളവർ. അപ്പോൾ അത് ഈ അരൂർ കാർത്തിയാനി ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഈ കൊതിക്കല്ലുണ്ട്. അപ്പോൾ അവിടെ വെച്ച് രാത്രിയിൽ തങ്ങി പിറ്റേ ദിവസമാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അങ്ങനെയാണ് പതിവ്. അവിടെ വലിയൊരു ഊട്ടുപരയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇവരെല്ലാവരും തങ്ങുന്നത്. പക്ഷേ അവിടെ കൊതുവെന്ന് പറഞ്ഞാൽ കലശലാണ്. കണ്ണടയ്ക്കാൻ പറ്റില്ല, കൊതുവിൻ്റെ ആക്രമണമാണ്. അപ്പോൾ തമ്പ്രാർക്കൊക്കെ സഹിക്കാൻ വയ്യ, ദേഷ്യം വന്നിട്ട് അതോ എന്താ പറയുക, ഇനിയും ഇവിടെ വന്ന് ഉപദ്രവിക്കരുതെന്ന ഒരു ആജ്ഞ പോലെ. അപ്പോൾ തൊട്ട് അവിടെ കൊതുവില്ല. അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ടായിരിക്കണം. ആ തപശക്തി കുറച്ച് കോപമായിട്ട് മാറിയെങ്കിലും ഇനിയും കൊതു ഇവിടെ വരരുത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ തവളയില്ല കുളം, മഹാരാജ മാർത്താണ്ഡവർമ്മയായിട്ട് അത് ഉള്ള ഒരു ബന്ധമുണ്ട്. ഇതുപോലെ തവള പിന്നെ ശബ്ദിച്ചിട്ടില്ല എന്ന്. അതുപോലെ ഇവിടെ പിന്നെ കൊതു വന്നിട്ടില്ല. പിന്നെ അവർ സുഖമായിട്ട് അവർക്ക് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവരിങ്ങോട്ട് വന്നു എന്നൊരു കഥ അരൂർ കാർത്തിയാനി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് അത്ര പരമോന്നതമായ സ്ഥാനമായിരുന്നല്ലോ. വിശേഷിച്ചും എന്താ കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പോപ്പ് എന്ന് തന്നെ പറയുകയും ചെയ്യാം. അതുപോലെ തമ്പ്രാക്കള്, അതും ഈ കാണിപ്പേര് തിരുമേനിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ അവസാന ദിവസങ്ങളാകുമ്പോൾ ബാക്കി നമ്പൂതിരിമാരെല്ലാവരും തന്നെ മഹാരാജാവിനെ അങ്ങോട്ട് ചെന്ന് മുഖം കാണിക്കും. പക്ഷേ തമ്പ്രാക്കളെ മാത്രം മഹാരാജാവ് അങ്ങോട്ട് പോയി മുഖം കാണിക്കും. അപ്പോൾ തമ്പ്രാക്കൾ ആ പലകമേലിരിക്കും, മഹാരാജാവ് അങ്ങോട്ട് ചെല്ലുന്നു, എന്നിട്ട് നമസ്കരിക്കുന്നു. അങ്ങനെ. അപ്പം അത്ര എന്താണ് പരമോന്നതമായ ഒരു സ്ഥാനമായിരുന്നു ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്കുണ്ടായിരുന്നത്. നേരത്തെ ആ സദ്യവട്ടങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ദീനപ്പുര പറയാൻ വിട്ടുപോയി. അതും കാണിപ്പയ്യൂർ തിരുമേനി പരാമർശിക്കുന്നു. ഇവിടെ ദീനപ്പുര എന്നാൽ രോഗികളെ കിടത്തുന്ന സ്ഥലം എന്ന് അർത്ഥം ധരിക്കരുത്. ലഘുവായ രീതിയിൽ ഭക്ഷണം പാകപ്പെടുത്തി കൊടുക്കുന്ന സ്ഥലത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തെക്കേക്കോട്ടയ്ക്ക് അടുത്ത് കെട്ടിയുണ്ടാക്കിയ നെടുമ്പുരയിലായിരുന്നു ദീനപ്പുര ഭക്ഷണം കൊടുത്തിരുന്നത്. 1111 അത് തെക്കേ തെരുവ് തൊഴുപ്പുരയിലേക്ക് മാറ്റി. രാവിലെ അവിടെ കാലത്ത് 8 മണിക്ക് തുടങ്ങിയാൽ രാത്രി 8 മണി വരെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. പൊടിയരിച്ചോറ്, നാരങ്ങ, കാച്ചിയ മോര് തുടങ്ങിയവയാണ് വിഭവങ്ങൾ. ദീനക്കാരും അല്ലാത്തവരും ദീനപ്പുരയെ എല്ലാ മുറജപങ്ങളിലും ധാരാളമായി പോഷിപ്പിക്കാറുണ്ട്. അത്താഴസദ്യ കഴിഞ്ഞ് നമ്പൂരിമാർ അവരവരുടെ വസതികളിലേക്ക് മടങ്ങുമ്പോൾ ശർക്കര, തേങ്ങ, ചുക്കുപൊടി, ഏലം മുതലായവ ചേർത്തുണ്ടാക്കിയ ഓരോ അവൽപ്പൊതി വിതരണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഇനി മുറജപക്കാലത്ത് മുറജപത്തിന് ചാർത്താത്ത മറ്റു നമ്പൂതിരിമാർ, പോറ്റിമാർ, ദേശികൾ മുതലായവർക്കും സദ്യയിൽ പങ്കുചേരാവുന്നതായിരുന്നു. ഒടുവിലത്തെ മുറയ്ക്ക്, അതായത് 49ാമത്തെ ദിവസം മുതൽ 56ാമത്തെ ദിവസം വരെ വൈഷ്ണവർക്കും മാധ്വ ബ്രാഹ്മണർക്കും തമിഴ് ബ്രാഹ്മണർക്കും അഗ്രശാലയിൽ സദ്യയുണ്ട്. ഈ സദ്യ ഭദ്രദീപ മൃഷ്ടാന്നത്തിൽ ഉൾപ്പെടുന്നതാണ്. ഒടുവിലത്തെ 3 ദിവസങ്ങളിൽ സാധാരണ വിഭവങ്ങൾക്ക് പുറമെ അപ്പം, വട, സുഖിയൻ എന്നീ പലഹാരങ്ങളും വിളമ്പുന്നു.
മൃഷ്ടാന്നമാക്കി. അതെ, ഒരു മൃഷ്ടാന്നം എന്നുള്ള ഒരു